കടൽ അടിക്കടി ഇങ്ങനെ പ്രക്ഷുബ്ധമായിട്ട് തിരമാല വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, കാരണം ഈ നേവിയുടെ ആണെങ്കിലും സ്കൂബ ടീമുകളൊക്കെയാണ് എങ്കിലും അവർ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സെർച്ച് നടത്തി കഴിയുമ്പോഴേക്കും അടിയിൽ തിരയുടെ സ്പീഡ് കൂടുന്ന സമയത്ത് തിരിച്ച് കയറേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്തൊരു തെരച്ചിലുള്ള ഒരു ബുദ്ധിമുട്ട്. മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ദിശ അനുസരിച്ചിട്ടുള്ള ഒരു തെരച്ചിൽ കൂടി നേതൃത്വം കൊടുക്കണം എന്നുള്ളത് CM കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരാണ് കടലിൻ്റെ അറിവുള്ള ആളുകൾ. നേവിയുടെ ഷിപ്പ് ഇന്ന് കാലത്ത് ഒരു 6 മണിയാകുമ്പോഴേക്കും വന്നു. കാലത്ത് കുറച്ചുകൂടി ശാന്തമായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സെർച്ചിങ് നടത്താമെന്ന് കരുതിയിട്ടാണ് കാലത്ത് തന്നെ വന്നത്. പക്ഷേ ആ സമയത്ത് മഞ്ഞിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവർ ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. 7 മണിയാകുമ്പോഴേക്കും വീണ്ടുമുള്ള തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളുമായിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ അവരതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ ഏത് രീതിയിൽ ഈ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നതും നേരത്തെ മത്സ്യത്തൊഴിലാളികളും ഈ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം പറഞ്ഞിരുന്നത് ഈ കല്ലുകളുമായി ബന്ധപ്പെട്ട ഇതിനിടയിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു കുടുംബവും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നത്. അപ്പം കോസ്റ്റ് ഗാർഡും അതേപോലെ മറൈൻ്റെ ഒക്കെ ഫോഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം കൊച്ചി നേവിയുടെ കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2-3 തവണ അതിനകത്തുള്ള ഒരു ശ്രമങ്ങൾ നടത്തി. പിന്നെ അടിയൊഴുക്കും ഇപ്പോൾ ഈ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് തിരമാലയുടെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി ഇനി വീണ്ടും ഈ ഒരു തിര ശാന്തമാകുന്ന മുറയ്ക്ക് ആ ഒരു രീതിയിലുള്ള പരിശോധന തെരച്ചിൽ നടത്താം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ആകാശ നിരീക്ഷണം നടക്കുന്നുണ്ട്. അതിപ്പം ആരാണ് നടത്തുന്നത്? കാരണം അത് CMൻ്റെ ഓഫീസിൽ നിന്നുള്ള ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കലക്ടർ വന്ന സമയത്ത് മുതലപ്പുഴയോടൊപ്പം തന്നെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതിൻ്റെ പരിശോധന കൂടി ഇവിടെയും അതേപോലെ തന്നെ തമിഴ്നാട് അതിർത്തിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ഇതിൻ്റെ ദിശയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ പ്രദേശങ്ങളിലേക്കുണ്ടോ എന്നുള്ളൊരു പരിശോധനയും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടയൽ സംസ്ഥാനത്തിൻ്റെ കലക്ടറുമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കലക്ടർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തെരച്ചിൽ തുടർന്ന് വരുന്നുണ്ട്. നമ്മൾക്ക് പരമാവധി നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഈ കടൽ അടിക്കടി ഇങ്ങനെ പ്രക്ഷുബ്ധമായിട്ട് തിരമാല വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, കാരണം ഈ നേവിയുടെ ആണെങ്കിലും സ്കൂബ ടീമുകളൊക്കെയാണ് എങ്കിലും അവർ ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സെർച്ച് നടത്തി കഴിയുമ്പോഴേക്കും അടിയിൽ തിരയുടെ സ്പീഡ് കൂടുന്ന സമയത്ത് തിരിച്ച് കയറേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇതിനകത്തൊരു തെരച്ചിലുള്ള ഒരു ബുദ്ധിമുട്ട്. ആരൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ ആരൊക്കെയാണ് നടത്തുന്നത്? നേവി, അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് ഉണ്ട്, വേറെ പോലീസുണ്ട്, അതേപോലെ മറൈൻ്റെ ടീമും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെലികോപ്റ്റർ നേരത്തെയും നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഏതെങ്കിലും ദിശയിലേക്ക് പോയോ എന്നുള്ളത്, കാരണം ഈ കാറ്റ് വരുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ദിശ അനുസരിച്ചിട്ടുള്ള ഒരു തെരച്ചിൽ കൂടി നേതൃത്വം കൊടുക്കണം എന്നുള്ളത് CM കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരാണ് കടലിൻ്റെ അറിവുള്ള ആളുകൾ. അപ്പോൾ അവർ പറയുന്ന ദിശയിലേക്ക് കൂടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരിശോധന നടത്തുന്നുണ്ട്. അല്ല, അതാണ് ഇപ്പം അവർക്ക് അവരുടെ ഒരു എക്യുപ്മെൻറ്റ്സ് ആയത് ഒരു അതല്ല വേറെ ഒരു അവരുടെ അതിന് അതെ. അപ്പം അത് കൊണ്ടുവന്ന് അവർക്കൊന്നും ഇവിടെ നിന്ന് അതിന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു തിര ഒന്ന് ശാന്തമാകുമോ എന്നുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ചെറിയൊരു കൊച്ചു ബോട്ട് അതവർ കൊണ്ടുവന്ന് അതിലും കൂടിയുള്ള പരിശോധന നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തിരമാലയുടെ ഒരു ശാന്തത വരാത്ത രീതിയിലേക്ക് നിൽക്കുന്നു. കാലത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ശാന്തമായിട്ടിരിക്കുമെന്ന് കരുതിയിട്ടാണ് മോർണിംഗിൽ ഒരു 6 o'clock തന്നെ അവർ വന്നത്. പക്ഷേ ആ സമയത്ത് ഈ മഞ്ഞിൻ്റെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ സമയത്ത് നടക്കാതെ പോയത്. ഈ കുടുംബത്തിൻ്റെ ആവശ്യം അനുസരിച്ച് ഈ തമിഴ്നാട് തീരമേഖലയിൽ ഇത്തരത്തിൽ പരിശോധന അനുമതി ലഭിച്ചില്ല എന്നുള്ളത് അത് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ രീതിയിലുള്ള, കാരണം അവർ പരസ്പരമായിട്ട് അറിയുന്ന ആളുകളാണല്ലോ, അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ളതും പിന്നെ എപ്പോഴും നമ്മൾ
എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മാനുഷികമായിട്ടുള്ള സഹകരണമൊക്കെ ആ ഭാഗങ്ങളിൽ നിന്നുണ്ടാകും. കലക്ടർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അപ്പോൾ ഉടൻ നടക്കുന്നതാണ്, അനുമതി ലഭിച്ചിട്ടില്ലല്ലേ ഇതുവരെ? അല്ല, അത് കലക്ടർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളല്ല, അത് കലക്ടറാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മളെല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന പോയിന്റുകൾ ഇപ്പം ഇന്നലെ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും പറയുന്നത് ഈ പുലിമുട്ട് ഇട്ട് നമ്മൾ എൻഡില്ലേ ഈ ഭാഗങ്ങളിലാണ് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ സ്കൂബ നേവിയുടെ ടീമിനോടും അവിടെ ആ ഭാഗങ്ങളിലൊന്ന് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, കല്ലിനോട് ചേർന്ന് കിടക്കുന്നിടത്ത് തീരെ ശക്തമായിട്ട് അടിക്കുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതാണിപ്പം അവർക്കൊരു പ്രയാസമായിട്ട് നിൽക്കുന്നത്.